വിഴിഞ്ഞം തീരത്തെ ചില കാഴ്ചകൾ. മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്ന കടലിൻ്റെ മക്കളുടെ കഷ്ടപ്പാടുകൾ, തീരം സംരക്ഷിക്കുന്ന കോസ്റ്റ് ഗാർഡ് ബോട്ട്, തുറമുഖത്തിൻ്റെ പണിയിലേർപ്പെട്ടിരിക്കുന്ന ബാർജുകളും മറ്റും. ഇവയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം വീഡിയോ കണ്ടതിന് ശേഷം മതി. കട്ടമരത്തിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് കട്ടമരത്തിൻ്റേത്. 3-4 തടിക്കഷ്ണങ്ങൾ കെട്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻജിൻ ഘടിപ്പിച്ചവയും ഉണ്ട്. തീരസംരക്ഷണത്തിലേർപ്പെട്ടിരിക്കുന്ന കോസ്റ്റ് ഗാർഡ് ബോട്ട് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് ടെർമിനലിൽ നിന്നുള്ളതാണ്. കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനും ഓഫീസുകളും റഡാർ സംവിധാനവും എല്ലാം വിഴിഞ്ഞത്തുണ്ട്. C-441 എന്നാണ് ഈ കോസ്റ്റ് ഗാർഡ് ബോട്ടിൻ്റെ നമ്പർ. തീരസംരക്ഷണം മാത്രമല്ല, കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവരുടെ രക്ഷാപ്രവർത്തനവും നടത്തുന്നത് കോസ്റ്റ് ഗാർഡാണ്. ഷെൻഹുവ 34 എന്ന കപ്പൽ വിഴിഞ്ഞത്ത് വരുന്ന ദിവസം, അതായത് മെയ് 16, 2024. ഇന്ന് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ്. ആകാശം മേഘാവൃതമാണ്. മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് ബോട്ടുകളും വള്ളങ്ങളും പുറം കടലിലേക്ക് പോവാതെ കടൽ തീരത്തോട് ചേർന്നാണ് മത്സ്യബന്ധനം നടത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ട കോസ്റ്റ് ഗാർഡ് ബോട്ട് പട്രോളിംഗ് കഴിഞ്ഞ് വിഴിഞ്ഞം മത്സ്യബന്ധന ഹാർബറിലേക്ക് തിരിച്ചു വരുന്നു. വിഴിഞ്ഞത്ത് നിലവിൽ കോസ്റ്റ് ഗാർഡ് ടെർമിനൽ മത്സ്യബന്ധന ഹാർബറിനോട് ചേർന്നാണ്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ ഹാർബറിലേക്ക് വരുന്ന മത്സ്യബന്ധന ബോട്ട്. പിറകിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ പുലിമുട്ട്. കോസ്റ്റ് ഗാർഡ് ബോട്ടിനേക്കാൾ വേഗതയിലാണ് മത്സ്യബന്ധന ബോട്ടുകൾ പോകുന്നത്. കോസ്റ്റ് ഗാർഡ് ബോട്ട് വേഗത കുറച്ചതാണ്. പിറകിൽ കണ്ടെയ്നർ ടെർമിനലിലെ ക്രെയിനുകളും ഷെൻഹുവ 34 കപ്പലും. ഇതാണ് മത്സ്യബന്ധന ഹാർബറിനോട് ചേർന്നുള്ള ബോട്ട് യാർഡ്. ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്നതും പാർക്ക് ചെയ്യുന്നതും ഇവിടെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ വരുന്നത്. ബോട്ട് യാർഡിന് പിറകിലായി കോസ്റ്റ് ഗാർഡിൻ്റെ 2 ടെർമിനലുകളിൽ ഒരെണ്ണം. നേരത്തെ കണ്ട C-441 എന്ന ബോട്ട്. ഒരു ടഗ് ബോട്ടും ഉണ്ട്. ടഗ് ബോട്ടിന് മുൻപിൽ കേരള കോസ്റ്റൽ പോലീസിൻ്റെ ഒരു സ്പീഡ് ബോട്ട്.
ഹാർബറിൽ ബോട്ടുകൾ നിരത്തിയിട്ടിരിക്കുന്നു. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വന്നവയാണ്. കണ്ടെയ്നർ ടെർമിനലിലെ യാർഡ് ക്രെയിനുകൾ. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ. കോസ്റ്റ് ഗാർഡിൻ്റെ മറ്റൊരു ടെർമിനൽ ഇതാണ്. വലിയ ഒരു ബോട്ടുണ്ട്, അതിനോട് ചേർന്ന് ഒരു ചെറിയ ബോട്ടും. ശക്തമായ തിരമാല. തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ബാർജുകൾ. ഒന്ന് ഡെക്ക് ബാർജും മറ്റേത് കാർഗോ ബാർജുമാണ്. ഇത് ഡെക്ക് ബാർജാണ്. അകത്ത് നിർമ്മാണ സാമഗ്രികൾ കയറ്റാം. മറ്റൊരു ബാർജ് ഹാർബറിനുള്ളിലേക്ക് പോകുന്നു. രണ്ട് കാർഗോ ബാർജുകൾ. ഒന്ന് വലുതാണ്. ഈ ബാർജ് ഹാർബറിലേക്ക് പോവുകയാണ്. ഹാർബറിൽ നിന്നും കരിങ്കല്ലും മറ്റും ബാർജിൽ കയറ്റുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതേപോലെ ബോട്ടുകളെ പറ്റി മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അത് ഉടനെ പബ്ലിഷ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾ ഉടനെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടണും അമർത്തുക.